നമ്മുടെ ഫാമുകളിലൊക്കെ സാധാരണ ടൈപ്പിലുള്ള ഇറിഗേഷൻ കഴിഞ്ഞതിന് ശേഷം കസ്റ്റമേഴ്സ് അതിന്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് പറയാറുണ്ട് ഇതിന്റെ പെർഫോമൻസ് പോരാ, അല്ലെങ്കിൽ ഇതിൽ വളരെ കുറച്ചാണ് വെള്ളം വീഴുന്നത്. നമ്മൾ ഹോസ് ഇട്ട് നനച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നനയും. അതുപോലെ തന്നെ വളമൊക്കെ ഇട്ടതിന് ശേഷം അതിൽ ആ വളത്തിലൊക്കെ വെള്ളം വീണെങ്കിൽ മാത്രമേ ഫുള്ളായിട്ട് മണ്ണുമായിട്ട് അലിഞ്ഞു ചേരാറുള്ളൂ. അപ്പൊ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഇത് നമുക്ക് നനയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ജെനീസ് ഫാംസിലാണ്. നമ്മുടെ തന്നെ ഫാമാണ്. കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഫാമിൽ റംബൂട്ടാൻ നടുന്ന എല്ലാ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രിപ്പ് ഇറിഗേഷന്റെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ അതാണ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഒരു 7 മാസം മുന്നേ ഞങ്ങൾ ഒരു ഡ്രിപ്പ് ഇറിഗേഷന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിക്കുകയും ഞങ്ങൾ ഒത്തിരി വർക്ക് അത് ബേസ് ചെയ്ത് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഏകദേശം അതുപോലത്തെ സെയിം തന്നെയാണ്. അതിന്റെ ബേസ് ആയിട്ട് ചെയ്യുന്ന എല്ലാ വർക്കുകളും സെയിം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ എൻഡിൽ മാത്രമാണ് നമ്മളൊരു ചെറിയ വേരിയേഷൻ വരുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രിപ്പ് ഇറിഗേഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ ഈ തോട്ടത്തിൽ ടോട്ടൽ 500 പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതിൽ 100 എണ്ണം റംബുട്ടാനാണ്. അതുപോലെ തന്നെ ഒരു 350ഓളം കവുങ്ങുകളുണ്ട്. അതുപോലെ 50 വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിൽ മാവ്, പ്ലാവ്, അവക്കാഡോ, അതുപോലെ പുലാസാൻ, അങ്ങനെ പല ടൈപ്പിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കുളമാണ്. അപ്പൊ ഈ ഒരു കുളത്തിൽ നിന്നാണ് നമ്മൾ കംപ്ലീറ്റ് ഏരിയയിലുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ ഒരു കുളത്തിൽ ആവശ്യം പോലെ മീൻ ഇട്ടിട്ടുണ്ട്. മീൻ കിടക്കുന്ന വെള്ളം നമ്മുടെ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യം നല്ല മിനറൽസും അതുപോലെ നൈട്രേറ്റ്സും ഒക്കെ കിട്ടുന്ന ഒരു വെള്ളമാണ്. വെള്ളം ആവശ്യം പോലെ നമുക്ക് ഇത് കിട്ടും. അപ്പൊ അത് എന്നാലും നമ്മൾ ഇതിനകത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സബ്മേഴ്സിബിൾ പമ്പാണ്. ക്രോംപ്ടൺ ബ്രാൻഡിന്റെ 3HP ഈ കാണുന്ന 3HP ക്രോംപ്ടന്റെ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു സ്റ്റെയിനറും കൂടെ കെട്ടിയിട്ടുണ്ട്. ആ സ്റ്റെയിനറൂടെ കെട്ടിയിട്ടാണ് ഇതിനകത്ത് സബ്മേഴ്സിബിൾ പമ്പ് ഇതിനകത്ത് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ ELCB കൂടെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പമ്പിന് എന്തെങ്കിലും അഥവാ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ട്രിപ്പ് ആവുകയും നമ്മുടെ മീനുകൾക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളും സംഭവിക്കുകയില്ല. 3HP പമ്പിൽ നിന്ന് നമ്മൾ ഡെലിവറി ലൈൻ വരുന്നത് ഈ 2 ഇഞ്ചിന്റെ ഹോസ് ആണ്. 2 ഇഞ്ചിന്റെ ഹോസ് ഇങ്ങനെ നേരെ വന്നിട്ട് നമ്മൾ ആദ്യം ഇതിനകത്ത് കയറുന്നത് ഇതിന്റെ ഫിൽട്ടർ യൂണിറ്റിലോട്ടാണ് കയറുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്ക് ഫിൽട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ സൈറ്റുകളിൽ 1-2 സൈറ്റുകളിൽ നമ്മൾ സ്ക്രീൻ ഫിൽട്ടർ ഉപയോഗിച്ച സമയത്ത് നമ്മൾ കണ്ടത് 1-2 സ്ഥലത്ത് അതിന്റെ ഫിൽട്ടർ കീറിപ്പോയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തീരെ പ്രഷർ കുറഞ്ഞ സൈറ്റുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ ഫിൽട്ടർ ഒരുവിധം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഡിസ്ക് ഫിൽട്ടർ ആണ്. ഡിസ്ക് ഫിൽട്ടർ ആകുമ്പോഴും നമ്മൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഡിസ്ക് ആയിട്ടിരിക്കുന്ന ഈ ഒരു സാധനമാണ് ഡിസ്ക് ഫിൽട്ടർ. അപ്പോൾ ഈ ഡിസ്ക് ഫിൽട്ടർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മാക്സിമം സെഡിമെന്റ്സ്, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ നേരം മീൻ കുളമുണ്ട്. അപ്പോൾ ഇതിനകത്ത് മീനിന്റെ വേസ്റ്റും അതുപോലെ ഓപ്പൺ കുളമാണ്. അപ്പോൾ ഇതിൽ നിന്ന് പൊടിയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മിസ്റ്റിംഗ് പോയിന്റ് ആണ് എൻഡിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ മിസ്റ്റിംഗ് പോയിന്റിൽ എന്തെങ്കിലും ചെറിയ പൊടി കയറിയാലും അത് പെട്ടെന്ന് തന്നെ അടയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഡിസ്ക് ഫിൽട്ടർ ആണ് നമ്മൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് സാധനം ഡിസ്ക് ഫിൽട്ടർ തന്നെയാണ്. സ്ക്രീൻ ഫിൽട്ടർ ഈ കിണറിൽ നിന്ന് വരുന്നത് ക്ലീൻ ആയിട്ടുള്ള വെള്ളം വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്ക്രീൻ ഫിൽട്ടർ വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ 2 ഇഞ്ച് പൈപ്പ് വന്നിട്ട് നേരെ ഈ ഒരു ഫിൽറ്ററിനകത്തോട്ട് കയറി ഫിൽറ്ററിൽ നിന്ന് നമുക്ക് ഇത് 2 പോർഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകണം. ഇങ്ങോട്ടൊരു പോർഷൻ ഒരു വാൽവ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ഇങ്ങോട്ടൊരു വേറെ വാൽവ് ഉണ്ട്. അങ്ങനെ 2 വാൽവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 സെക്ഷൻ ആയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരേ സമയം നമുക്ക് 3HP യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സിസ്റ്റം ഒരൊറ്റ ടൈമിൽ തന്നെ നമുക്ക് ഇത് കിട്ടും. ഈ ഒരു ഡെലിവറി ലൈനിൽ നിന്ന് 2 ഇഞ്ച് പൈപ്പാണ് ഫുൾ ആയിട്ട് പോയിട്ടുള്ളത്. ഏകദേശം നമ്മൾ 1000 മീറ്ററോളം 2 ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ 2 ഇഞ്ച് പൈപ്പ് കൊടുക്കുന്നത്, 1 ഇഞ്ച് കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ 1.25 കൊടുത്താൽ പോരെ. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ പ്ലാന്റിന്റെ എണ്ണം കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 500 പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇതിന്റെ കുരുമുളക് വരും. ഈ കുരുമുളകിനും മിസ്റ്റിംഗ് യൂണിറ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് മാക്സിമം ഷോർട്ട് ടൈമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഇതിനകത്തോട്ട് പോകണം. ആ വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പൈപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെറിയ പൈപ്പ് കൊടുക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് ഓരോ പ്രാവശ്യം ഓരോരോ സ്ഥലത്ത് പോയിട്ട് ആൾക്കാർ ഓരോ ആൾ നിന്നിട്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വലിയ പൈപ്പ് കൊടുത്തിട്ട് ഓരോ ഇൻസ്റ്റന്റിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് നമുക്ക് നനച്ച് തീർക്കാൻ വേണ്ടിയാണ് ഈ 2 ഇഞ്ച് പൈപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഈ 2 ഇഞ്ച് പൈപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. സാധാരണത്തെക്കാളും കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. എന്നാലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇതിന് വേണ്ടി ഒരു ലേബറിന്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഈ തോട്ടമെല്ലാം നനച്ച് തീർക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം ഈ ഒരു 2 ഇഞ്ച് സിസ്റ്റം ചെയ്യുന്നതാണ് ബെസ്റ്റ്. നമ്മുടെ ഈ മെയിൻ ലൈനായ 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇത് ഹോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹോൾ ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്ത്
ഇങ്ങനെയാണ് നമ്മൾ ഹോൾ ചെയ്യുന്നത്. ഈ ഒരു ഹോളിൽ നിന്നാണ് നമ്മൾ ഇതിനകത്ത് വാഷറും ഗ്രോമറ്റും ഇട്ട് ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് കണക്ഷൻ എടുക്കണം. ഈ ഒരു ഹോളിലോട്ട് നമ്മൾ ആദ്യം ഇതിനകത്ത് വാഷർ കണക്ട് ചെയ്യണം. ഈ 16ന്റെ വാഷർ നമ്മൾ ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് വെക്കണം. ഇത് സിലിക്കൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു വാഷറാണ്. സാറിന് ഇതിന്റെ റബ്ബർ വാഷർ കിട്ടും. റബ്ബർ വാഷർ പെട്ടെന്ന് ഡാമേജ് ആവും, സിലിക്കണിൽ കുറച്ചും കൂടെ ലൈഫ് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രോമറ്റിൽ ഈ ഒരു പോർഷൻ, ഈ ചരിഞ്ഞ് കിടക്കുന്ന ഒരു പോർഷൻ ഉള്ളു. ഈ ചരിഞ്ഞ പോർഷനാണ് ഇതിനകത്തോട്ട് കയറണം. ഈ തിരിച്ചു കയറ്റി കഴിഞ്ഞാൽ വെള്ളം ഇതിനകത്തോട്ട് കയറി വരാൻ, അതുപോലെ 16 ടാപ്പ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സാധനം ഇതിനകത്തോട്ട് കുത്തിക്കയറ്റും. കഴിഞ്ഞു. ഇത് കൈകൊണ്ട് പ്രസ് ചെയ്ത് വെച്ചാൽ കഴിഞ്ഞു. ഇത് നല്ല ടൈറ്റ് ആയി, കുഴപ്പമില്ല. ഇനി ഇതിൽ നമുക്ക് ഈ 16ന്റെ ലാറ്ററൽ ട്യൂബ് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. ഇത് 16ന്റെ ലാറ്ററൽ ട്യൂബാണ്. ഈ ട്യൂബ് നമ്മൾ ഇതിനകത്തോട്ട് വെറുതെ കൈകൊണ്ട് കുത്തിക്കയറ്റി വെക്കും. ഓക്കെ, 2 ഇഞ്ചിന്റെ ഈ മെയിൻ പൈപ്പിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന പോലെ ഗ്രോമറ്റും വാഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് ടാപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ 4 പോയിന്റുകൾ, 4 ടാപ്പ് പോയിന്റുകളുണ്ട്. ഈ ഓരോ 4 ടാപ്പ് പോയിന്റിൽ അപ്പൊ ഈ ഒരു 16ന്റെ ലാറ്ററൽ പൈപ്പിൽ നിന്ന് ഒരു ലൈനിലോട്ട് നമുക്ക് 7 പ്ലാന്റ് വരെയാണ് നമുക്ക് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ചും കൂടെ ഫാസ്റ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നനയുന്ന രീതിയിലുള്ള സിസ്റ്റമാണ്. ചെറിയ കുഞ്ഞ് ഡ്രിപ്പറാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സമയം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു 20-30 യൂണിറ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കാരണം അതിനകത്ത് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ്. 2 ലിറ്റർ പെർ അവർ ആണ് അതിൽ വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 6 mm ടാപ്പാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് ഒരു വാൽവ് പോലത്തെ ഒരു സാധനമാണ്. നമ്മളിത് ഇങ്ങനെ കറക്കാൻ പറ്റും. ഇതിന്റെ ഇൻപുട്ട് ഇതാണ്, ഇത് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇതിനകത്ത് അടയുന്നത്, അതായത് പൊടിയോ സെഡിമെന്റ്സോ കയറി അടയുന്നതൊക്കെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ കംപ്ലൈൻസ് വരില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് ഇതിനകത്തോട്ട് ജസ്റ്റ് ഒരു പിന്നിട്ട് കുത്തി കഴിഞ്ഞാൽ ഇതിനകത്തൂടെ നമുക്കിത് പൊടിയെല്ലാം പുറത്തെടുത്ത് കളയാനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ ഈ ഒരു 6 mm ടാപ്പിൽ ഇതിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 200 ലിറ്റർ വെള്ളം നമുക്ക് ഇതിനകത്ത് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പ്ലാന്റിന്റെ എണ്ണം നമുക്ക് കുറച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു പ്ലാന്റിന്റെ ചുവട്ടിലാണ്. അപ്പൊ ഈ ചുവട്ടിലൂടെ ഇങ്ങനെ ഈ 16ന്റെ ലാറ്ററൽ പൈപ്പ് ഇങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ എൻഡിലായിട്ട് നമുക്ക് എവിടെയാണോ ആ പ്ലാന്റ് വേണ്ട ആ സ്ഥലത്തായിട്ട് നമ്മൾ ഇതിലൊരു ഹോൾ ചെയ്യണം. അപ്പൊ ഈ ഒരു പിന്ന് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ കയറ്റും. ഇത് പ്രസ് ചെയ്ത് കയറ്റുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഹോൾ വീഴും. ഒരു കറക്കി ഇറക്കിയിട്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങും. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു 6 mm ഒരു ഹോൾ വീഴും. ഈ ഹോളിൽ നമ്മൾ, ഇതാണ് നേരത്തെ പറഞ്ഞ ടാപ്പ്. ഈ ടാപ്പിൽ നമ്മൾ ഇതിന്റെ ഈ ചെറിയ ഭാഗമാണ് ഇതിന്റെ ഉള്ളിലോട്ട് കയറേണ്ടത്. പ്രസ് ചെയ്ത് അതിങ്ങനെ ഓക്കെ കിട്ടി. അപ്പൊ ഈ ഒരു ലോങ് നോസിലാണ് നമ്മൾ 6 mm നമ്മുടെ ട്യൂബ് ഉപയോഗിക്കുന്നത്. ഇതാണ് 6 mm ട്യൂബ്. ഈ 6 mm ട്യൂബ് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കയറ്റും. 6 mm ട്യൂബ് ഒരു മീറ്റർ നമ്മൾ എടുത്തതിന് ശേഷം ഇതാണ് മിസ്റ്റ് യൂണിറ്റ്. ഈ ഒരു മിസ്റ്റ് യൂണിറ്റ് നമ്മൾ ഈ ഒരു ടാപ്പിനകത്തോട്ട് പ്രസ് ചെയ്ത് കയറ്റും. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ത്രെഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ആയിട്ടൊന്ന് കറക്കുക. 2 പ്രാവശ്യം കറക്കി കഴിഞ്ഞാൽ ത്രെഡാണ്, അതിങ്ങനെ ടൈറ്റ് ആയിട്ടിരുന്നത്. അങ്ങനെ ഈ ഒരു മിസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് പിടിപ്പിച്ചതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡ് ഇടുക. ഇതാണ് ഇതിന്റെ സ്റ്റാൻഡ്. ഈ ഒരു സ്റ്റാൻഡ് മണ്ണിൽ ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം ഇത് മേളിലോട്ടാണ് വയ്ക്കേണ്ടത്. ഇത് ഇങ്ങനെ ഒരു മേളിലോട്ട് വയ്ക്കുക. മേളിലോട്ട് വെച്ചിട്ട് ഈ ഒരു പോയിന്റിലോട്ട് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇത് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പമ്പ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇത് ക്രോംപ്ടന്റെ പാനൽ ബോർഡാണ്. ഇതിൽ നമ്മൾ പമ്പ് ഓൺ ചെയ്ത സമയത്ത് നമുക്ക് കാണുന്ന ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. നോക്കൂ, ഈ ഒരു പമ്പിന്റെ ഇത് ഫുള്ളായിട്ട്, ഇത് മുഴുവൻ സ്പ്രെഡിങ് ആയിട്ട് കണ്ടില്ലേ, ഇത് മുഴുവൻ നനയുന്ന, ഈ ചെടി മുഴുവൻ നനയുന്നുണ്ട് കണ്ടില്ലേ. ഈ ഒരു മിസ്റ്റിംഗ് വഴി നമ്മൾ ഇത് ചെടി മുഴുവൻ നനയുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു കൂന കൂട്ടി വെച്ചിരിക്കുന്ന ഈ കംപ്ലീറ്റ് സർഫസും നനയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ആ ഒരു മിസ്റ്റിങ്ങിന്റെ എഫക്ട്. അപ്പൊ നമ്മളിപ്പോ കാണുന്നതാണ് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള എഫക്ട്. ഇത്ര എഫക്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇത് നല്ല മിസ്റ്റിങ് വരുന്നുണ്ട്, ഫുള്ളായിട്ട് മിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ സാധാരണ കൈകൊണ്ട് ഓസിൽ നനയ്ക്കുമ്പോൾ നമുക്കറിയാം, വെള്ളം നനച്ചു കൊടുത്തിട്ട് ചുറ്റുമൊക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കിട്ടുന്ന ഒരു ഏരിയ മുഴുവൻ, ഒരു 3 അടിയോളം ചുറ്റുപാടുന്ന കംപ്ലീറ്റ് ഏരിയ നനഞ്ഞിട്ടുന്ന ഒരു എഫക്ട് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ ഡ്രിപ്പ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരിക്കും കുറച്ച് വെള്ളം വീഴുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു മിസ്റ്റിംഗ് എഫക്ട്. നമ്മൾ വളം ഇടുന്ന സമയത്ത് ഈ വളം മണ്ണിലോട്ടൊന്ന് അലിഞ്ഞു ചേരണമെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് വെള്ളം എല്ലാ സ്ഥലത്തും വീഴണം. എപ്പോഴും നന്നായിട്ട് നനഞ്ഞെങ്കിൽ മാത്രമേ വളം നന്നായിട്ട് അലിഞ്ഞു ചേരുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ വേരുപടലങ്ങളെല്ലാം ഫുള്ളായിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഓസിൽ നനയ്ക്കുന്ന പോലത്തെ ഒരു എഫക്ട് കിട്ടണം. അപ്പൊ ഇതിൽ നമ്മൾ വലിയ സ്പ്രിംഗ്ലർ വെച്ച് കഴിഞ്ഞാൽ ഒരു എഫക്ട് എന്ന് പറയുന്നത് ഈ ചുറ്റുപാടെല്ലാം തന്നെ കള പിടിക്കുന്ന ഒരു എഫക്ട് വരും. ഈ ചുറ്റുവട്ടത്തെല്ലാം കള പിടിക്കും. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ
നമുക്ക് കള പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇത് മാക്സിമം ഒരു 2 അടി 2.5 അടിയുള്ള ചുറ്റട്ടത്ത് മാത്രമേ വെള്ളം വീഴുള്ളൂ. രണ്ടാമത്തത് ഈ കണ്ടില്ല, ഈ ചെടിയുടെ മേളിലോട്ട് ഇലകളിലെല്ലാം ഒന്ന് നനഞ്ഞു കൊടുക്കും, മൊത്തത്തിലായിട്ട് ഒന്ന് നനഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇലയൊക്കെ ഒന്ന് തണുക്കുകയും പിന്നെ ഈ അമിതമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു ചെടികൾക്ക് സഹായമാവുകയും ചെയ്യും. നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിലും ഇതൊരു ചെടി ഇപ്പൊ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടുള്ള ചെടികൾക്കാണ്. ഇത് മുതൽ ഇതിന്റെ എൻഡിങ് വരെ ഒരു 10 വർഷം വരെയുള്ള ഈ ഒരു സിസ്റ്റം ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ പമ്പ്, അതുപോലെ ഇതിന്റെ ഫിൽട്ടർ യൂണിറ്റ്, അതുപോലെ ഇതിന്റെ പൈപ്പ് സിസ്റ്റം, അതുപോലെ ഇതിന്റെ ഡ്രിപ്പിംഗ് സിസ്റ്റം എല്ലാം തന്നെ ഒരു 10 വർഷത്തേക്ക് നമുക്ക് വളരെ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ചെറിയ മിസ്റ്റിംഗ് യൂണിറ്റ് ഒരു 5 കൊല്ലം വരെ നമുക്ക് സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു 2.5 അടി മുതൽ 3 അടി വരെയുള്ള ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു 5 വർഷം വരെ ഈ ഒരു പ്ലാന്റ് ധാരാളമാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം കൂടുതൽ വേണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ടാപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ മൈക്രോ സ്പ്രിംഗ്ലർ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് സെയിം 6 mm ട്യൂബിൽ തന്നെ മൈക്രോ സ്പ്രിംഗ്ലർ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 5 അടിയുള്ള ചുറ്റുപാട് മൊത്തത്തിൽ കിട്ടും. മരം വളരുന്നതനുസരിച്ച്, അതായത് നമ്മുടെ പിന്നെ റംബൂട്ടാനും അതുപോലെയുള്ള മരങ്ങളൊക്കെ വളരുന്നത് അതിന്റെ കനോപ്പി ബേസ് ചെയ്ത് അത്ര ഏരിയ തന്നെ ഇതിന്റെ വേര് പടലങ്ങൾ പോകും. അപ്പൊ ആ ഏരിയയിലെല്ലാം തന്നെ നമുക്ക് വെള്ളം കൊടുക്കണം. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ കുറച്ചും കൂടെ വലിയ ഏരിയയിൽ സ്പ്രെഡ് ആവുന്ന രീതിയിൽ വെള്ളം നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ വലിയ SC20യുടെ വലിയ സ്പ്രിംഗ്ലർ വയ്ക്കണം. ആ ഒരു സ്പ്രിംഗ്ലർ വെച്ചെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം 7 അടി അല്ലെങ്കിൽ ഒരു 10 അടി ദൂരത്തിലുള്ള വേരുപടലങ്ങൾക്ക് നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും SC20യുടെ സ്പ്രിംഗ്ലർ വയ്ക്കണം. ആ സമയത്തും ഈ സെയിം ട്യൂബ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ SC20യുടെ സ്പ്രിംഗ്ലർ നമുക്ക് ഇതിനകത്ത് പിടിപ്പിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ കംപ്ലീറ്റ് സിസ്റ്റം ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കണ്ടതാണ് ഈ മിസ്റ്റിംഗിന്റെ എഫക്ട്. അപ്പൊ ഈ ഒരു തോട്ടം നനയ്ക്കാൻ നമുക്ക് മാക്സിമം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പറഞ്ഞ 4.5 ഏക്കർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നനയ്ക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ എന്റെ കൂടെ വേറൊരു പ്രോഡക്റ്റ് കൂടെ ഉണ്ട്. ഇതൊരു സ്പ്ലാഷർ ആണ്. ഇതും നമുക്ക് 6 mm യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിൽ നോക്കിയാൽ 2 പീസ് ഉണ്ട്. ഇതൊരു ബോട്ടം പീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ടോപ്പ് പീസ് ഉണ്ട്. നമുക്കിത് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നമുക്കിത് ഹോള് കാണാം. ഇത് നമുക്ക് അടവ് ഒന്നും വരത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിനകത്ത് ഇത് നിൽക്കും. നമുക്കിത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ത്രെഡ് ഇത് ടൈറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇതിന്റെ ഫ്ലോ കൂട്ടാനും അതുപോലെ നമുക്കിത് കുറയ്ക്കാനും പറ്റും. നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കൂടെ നോക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഈ ഒരു മിസ്റ്റിന്റെ എഫക്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് നമുക്ക് നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കിട്ടും, ഏരിയ കവറേജ് ഇത് കൂടുതലാണ്. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു നമുക്ക് സ്പ്ലാഷ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ 6 mm ടാപ്പ് ഉണ്ട്. അതിൽ നമ്മളൊരു 6 mm ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്യൂബിൽ നമ്മൾ എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു സ്പ്ലാഷ് യൂണിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പൊ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡിന്റെ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ ഒരു റോസാപ്പൂ പിടിപ്പിക്കുന്ന പോലെ പ്രസ് ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഈ സ്പ്ലാഷിന്റെ ഫിക്സിങ്. അതുപോലെ നമുക്ക് ഇതിപ്പോ ഇത് ചാർജ് ലൈവ് ആണ്. നമുക്ക് ഈ ഒരു വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് കാണാം. ഇത് ഞാനിപ്പോ ഈ തുറന്നപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് പറഞ്ഞത്. നമുക്ക് ഇതിന്റെ സ്പ്രെഡിങ് ഏരിയ കൂട്ടാൻ പറ്റും. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് തുറക്കുന്നതനുസരിച്ച് ഇതിന്റെ സ്പ്രെഡിങ് ആണല്ലേ. അപ്പൊ ഇത്രയും ഏരിയ ഇത് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. വെള്ളം മിസ്റ്റിംഗ് ആയിട്ടല്ല വീഴുന്നത്, ഇങ്ങനെ വെള്ളം ആയിട്ട് തന്നെ വീഴും. നമുക്ക് ഈ ഒരു ചെടിക്ക് ഇത്ര ഏരിയ വേണ്ട ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ചുവടില് ചെറുതായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്കിത് സ്പ്ലാഷ് ആയിട്ട് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു മിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്ത് കിട്ടും. ഈ സ്പ്ലാഷിലാകുമ്പോഴത്തേക്ക് അങ്ങനെ ഈ ബാക്കെൻഡ് ഏരിയ കൂടുന്നുണ്ട്. നമുക്കിത് കുറച്ച് നോക്കാം. കുറച്ച് കഴിഞ്ഞാൽ മാക്സിമം, എന്നാലും അതിന്റെ ഒരു എഫക്ട് നമുക്ക് കിട്ടത്തില്ല. എന്നാലും നമ്മുടെ ഡ്രിപ്പറിനെക്കാളും നല്ല സൂപ്പറായിട്ട് നമുക്കിത് നല്ല പെർഫോമൻസ് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയില് നമ്മൾ 6 mm ടാപ്പ് ഉപയോഗിച്ച് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇത് ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടാപ്പ് പോയിന്റ് എടുക്കുക, അതിലൊരു 6 mm ട്യൂബ് കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയൊരു സ്പ്ലാഷറോ അല്ലെങ്കിൽ മിസ്റ്റോ ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഒരു 3 രൂപ മുതൽ 5 രൂപ വരെയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. 2-3 ടൈപ്പിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു പീസിന് നമുക്ക് 3 to 5 രൂപ കോസ്റ്റ് വരത്തുള്ളൂ. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. വളരെ തുച്ഛമായ എമൗണ്ടിൽ തന്നെ നമുക്കിത് ചെയ്യാനും പറ്റും.
നമ്മൾ ഈ കാണിച്ച മിസ്റ്റിംഗ് സിസ്റ്റം ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം മസ്റ്റായിട്ട് നമ്മൾ ഫിൽട്ടർ യൂണിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഫിൽട്ടർ യൂണിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മിസ്റ്റ് കയറിയിട്ട് പെട്ടെന്ന് അടഞ്ഞിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് വരാതെ. അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ഫിൽട്ടറിംഗ് യൂണിറ്റ് ചെയ്യണം. രണ്ടാമത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വെക്കുന്ന പൊസിഷനാണ്. ആ പൊസിഷൻ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് വെള്ളം താഴോട്ട് കിട്ടണം, അടുത്ത സൈഡ് ഈ ചെടിയുടെ മേളിലോട്ട് തന്നെ നമ്മൾ വരുന്ന രീതിക്കുള്ള ആംഗിൾ വെക്കണം. നമ്മൾ തിരിച്ച് വെർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഏരിയ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് പോലെ പ്രശ്നം വരും. അതുകൊണ്ട് നമ്മളത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വെക്കാം. പിന്നെ നമ്മൾ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രിപ്പിൽ വളരെ കുറച്ച് വെള്ളം മതി, കാരണം അത് ചെറിയ ഏരിയക്കകത്ത് മാത്രമേ കിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ സ്പ്രെഡിങ് ആയി കിട്ടുന്നതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഇതിനകത്ത് വേണം. അങ്ങനെ ഈ 1-2 കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേസമയം ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കൈകൊണ്ട് നനയ്ക്കുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചെടികൾക്ക് നല്ലൊരു തണുത്ത അന്തരീക്ഷം ഇത് കൊടുക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എവിടെയും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വർക്ക് വന്ന് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ മാത്രമായിട്ട് കിട്ടും. അതുപോലെ കൺസൾട്ടൻസി മാത്രമാണെങ്കിൽ കൺസൾട്ടൻസി കിട്ടും. അതുപോലെ ഫുൾ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ കമന്റുകളായിട്ട് അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.